നമസ്കാരം എല്ലാവർക്കും. സാർ, ബിന്ദു ചേച്ചി, ഗോവിന്ദേട്ട, അങ്ങനെ പറയാനാണ് എല്ലാവർക്കും നമസ്കാരം. ബാദുക്കയാണ് വിളിക്കുന്നത്. എല്ലാവരെയും വിളിച്ച പോലെ ബാദുക്ക തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേട്ടപ്പോൾ തന്നെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാനും ആലോചിക്കുകയായിരുന്നു. അതായത് വസ്ത്രം നൽകി പാർപ്പിടം നൽകുക എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്ന വലിയൊരു എന്താ പറയുക, ഒരുപാട് നമ്മളിപ്പം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നത് ഈ പറഞ്ഞ പോലെ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് വരിക, അതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു രീതിയിലൊരു പ്രോജക്റ്റ് വരിക എന്ന് പറയുന്നത്, അതിലൊരു ഭാഗമാവാൻ കഴിയുന്നത്, ചെറുതാണെങ്കിൽ പോലും ഒരു ഭാഗമാവാൻ കഴിയുന്നത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ ലാൻഡ് ഹോപ്പിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും. വലിയൊരു സക്സസ് ആവട്ടെ. എല്ലാവരും അതിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് സാരികൾ മേടിച്ച് ഒരുപാട് വീടുകൾ പണിത് നൽകാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചു കൊള്ളുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു വെരി മച്ച്. പെട്ടെന്ന് നിർത്താൻ വേണ്ടി പെട്ടെന്ന് മൈക്കെടുത്ത് നമസ്കാരം എല്ലാവർക്കും. ലാൻഡ് ഫോർ സ്കോപ്പ് അല്ല, പക്ഷെ അതൊരു സ്കോപ്പാണ്. ഓഫ് കോഴ്സ് ഒരുപാട് ഹോപ്പ് ഉണ്ടാവും. അതായത് വീടില്ലാത്ത ആൾക്കാർക്ക് ഒരു ഹോപ്പാണിത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ് ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ നിന്ന്. തീർച്ചയായിട്ടും എനിക്കും ഒരു സാരി നന്ദു മേടിച്ചിരുന്നായിരിക്കും. അതെ, ഇന്ന് തന്നെ അങ്ങനെ തന്നെ ഞാനും സന്തോഷമായിട്ട് അതിൻ്റെ ഒരു പാർട്ട് ആവുന്നതായിരിക്കും. താങ്ക് യു, താങ്ക് യു, താങ്ക് യു വെരി മച്ച് ശ്രീവിദ്യ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. നമ്മൾ ഒരുപാട് സ്കാനേഴ്സ് ഇവിടെ ഉണ്ട്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. സാരി നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാരി കളക്ട് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. ഹായ്, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, അതിലേറെ അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ഞാനും ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ വീടൊക്കെ വെച്ചതേ ഉള്ളൂ. അപ്പം സ്ഥലം വാങ്ങിച്ചതിൻ്റെയും വീട് വെച്ചതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കുറേ അധികം അനുഭവിച്ച ആളാണ്. അപ്പം ഇതുപോലെ അർഹരായ ആളുകളുടെ അടുത്തേക്ക് സ്ഥലം എത്തുകയാണെങ്കിൽ അത് ഒത്തിരി അഭിമാനിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വേദിയിൽ നിൽക്കാൻ, ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ സംസാരിക്കാൻ സാധിച്ചത് ഉറപ്പായിട്ടും ബാദുഷായ്ക്കാർക്കും ഇതിൻ്റെ സംഘാടകർക്കൊക്കെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയും കുറേ അധികം പ്രൊജക്ടിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ അല്ലേ. പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വിഷയമാണ്. അപ്പം അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരുടെയും സ്വപ്നമാണ് ഒരു വീട്, സ്വന്തമായിട്ട് ഒരു ഭൂമി, വീട്. ആൻഡ് മോർ ഓവർ ഇറ്റ്സ് എ റൈറ്റ്, എവ്രി വൺ ഡിസേർവ്സ് എ ഹൗസ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ലാൻഡ് ഫോർ ഹോപ്പ്. അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് എല്ലാവരും എടുത്തതിൽ ഒരുപാട് കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. സോ താങ്ക് യു വെരി മച്ച് ആൻഡ് ഹോപ്പ് എവരിവൺ ബൈസ് എ സാരി. എന്തായാലും ഈ ഒരു വലിയ പദ്ധതിയിലേക്ക് ഒരു കയറി വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. എന്തായാലും ഒരു വീട് മുഴുവനായിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ നമ്മൾ വെച്ചു കൊടുത്തിട്ടില്ല, അതിന് നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ സാരി മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കും. പിന്നെ ഇതൊക്കെ ഒരു 2-3 സാരി ഞാൻ മേടിച്ചു തരുന്നതായിരിക്കും. ബാധിക്ക എന്തായാലും ഈ പരിപാടിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ബാധിക്കൂടെ അത്ര വലിയ അഭിപ്രായമില്ല. കാര്യം കഴിഞ്ഞ ദിവസം ഒരു സീരിയലിൽ ഇതേടെ എൻ്റെ കെട്ടിയോളം അടിച്ചു മാറ്റി. പിന്നെ എനിക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ, പുള്ളി അടുത്ത ആഴ്ച 2-3 ആഴ്ച കഴിയുമ്പോൾ ദുബായിക്ക് പോകുന്നു പറഞ്ഞു. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മഴ തോരും മുമ്പേ എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റിലെ സീരിയലിലെ കാര്യമാണ് പറഞ്ഞത്. സോ എനിവേ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഈ പരിപാടി വിജയകരമായിട്ട് തീരട്ടെ. സാരി മേടിക്കാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പോൾ കുറേ സാരി എന്തൊക്കെയും മേടിച്ചു കൊടുത്തേക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നമസ്കാരം. വീട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മറ്റ് ഏത് ഒരാൾക്കാരേക്കാളും മലയാളികൾക്ക് ഒരു സ്വപ്നമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ വീട് ഇല്ലാത്തവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ഇത്തരത്തിലൊരു മുൻപോട്ടേക്ക് വന്ന ഒരു ചിന്ത, അത് ഭയങ്കര വലുതാണ്. എന്തായാലും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു ഏറ്റവും സ്നേഹത്തോടെ. താങ്ക് യു. നമസ്കാരം പ്രിയ ചങ്കുകളെ. ഈ ഒരു വേദി എന്നെ സംബന്ധിച്ച് ഏറ്റവും സുദിനമായൊരു ദിവസമാണ്, സുദിനമായൊരു വേദിയാണ്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ, നമ്മളെ സായി ചേട്ടനും ബിന്ദു ചേച്ചി, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന 2 പ്രതിഭകളാണ്. കാണാൻ പറ്റി, വലിയ സന്തോഷം. അതുപോലെ തന്നെ GP, ഞങ്ങളൊരു പരിപാടി ഉണ്ടായിരുന്നു, GP ആങ്കറായിട്ടുള്ള, അതിനും പങ്കെടുക്കാൻ പറ്റി. GP രണ്ടാമതും കാണാൻ പറ്റി. ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരെയും ഞാൻ കാണാൻ പറ്റി. സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളെ വീഡിയോസ് നമ്മൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മറ്റുള്ള ആൾക്കാരുടെ വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. ആ കാണുന്ന കുറേ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ സീനിയർ സൂപ്രണ്ടായി വർക്ക് ചെയ്യാണ്. ജോലി, സിനിമ, സോഷ്യൽ മീഡിയ, ഇത് മൂന്നും എങ്ങനെ
മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പോകുന്ന ഒരാളാണ്. ജോലി സമയത്ത് അവിടെ വിഷയം വരാൻ പാടില്ല, സോഷ്യൽ മീഡിയ വിഷയം വരാൻ പാടില്ല, സിനിമ കഥാപാത്രം കിട്ടിയ വേഗം പോകണം. അങ്ങനെ ഒരു തപ്പിക്കളിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം എനിക്കുള്ളത്. അങ്ങനെ ഞായറാഴ്ച ഒരു ദിവസം വീട്ടിലേക്ക് ഇരിക്കാൻ വൈഫ് പറഞ്ഞ ഞായറാഴ്ച ദിവസങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പെട്ടെന്ന് ചേച്ചി വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ് മഞ്ജു ചേച്ചി വിളിച്ചാൽ ഞാൻ പോകും, ബാദുക്ക വിളിച്ചാൽ പോകും. അങ്ങനെ അതും ഈ ഒരു ലാൻഡ് ഫോർ ഹോപ്പ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ നമ്മളൊരു ഉത്തരവാദിത്തമാണ്, നമ്മളൊരു കർത്തവ്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വന്നു, പങ്കെടുക്കാൻ പറ്റി. നാളെ രാവിലെ തന്നെ കോഴിക്കോട് പോകും. അവിടെ പോയി KSEBയിൽ രാവിലെ എത്തിയില്ലെങ്കിൽ വേറെ വിഷയങ്ങൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ സ്വന്തമായി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ സ്വന്തമായി വീടുണ്ടാക്കണം. എന്നാലും മറ്റുള്ള ആളുകൾക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ ഭാഗമാക്കാം. ഏറ്റവും വലിയൊരു പുണ്യമാണ് നമുക്ക് കിട്ടാനുള്ള ജീവിതത്തിൽ. അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ചേച്ചി വിളിക്കുന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത്. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയത്. അപ്പം സുഹൃത്തുക്കളെ എല്ലാവരും ഇതിൽ ഭാഗമാക്കുക, ഞാനും ഇതിൽ ഭാഗമാക്കുക എന്തായിരിക്കും. അപ്പം വേറൊന്നും ഈ വൈകിയ വഴിയിൽ പറയില്ല. അപ്പം എൻ്റെ നിറഞ്ഞ സന്തോഷത്തോടെ പൊളിക്കുക ചങ്കുകളെ പൊളിച്ചെടുക്കുക. എൻ്റെ ഗുരുവായൂരപ്പ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത് ഇത്രയും ആളുകളുടെ ഇടയിൽ. സായി ചേട്ടാ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിച്ചാണ്, ചേച്ചി സന്തോഷം കാണാൻ പറ്റിയതിൽ. പിന്നെ എൻ്റെ ഗുരുവായൂരപ്പ ഇത് സക്സസ് ആക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് പേർക്ക് വീടെന്ന് പറയുന്നത് ഒരു സ്വപ്നമാണല്ലോ, എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമല്ലേ, ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാവർക്കും ഒരു വീട് എൻ്റെയും സ്വപ്നമാണ്. ഞാനും അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാദുഷ പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ പേടിച്ചു പോയി, എന്നോട് പറഞ്ഞില്ല സ്റ്റേജിൽ വരണമെന്ന്, ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ സത്യമായിട്ട് പറയ്ക്കുന്നത് കടങ്കയായി പോയി, അതുകൊണ്ട് എൻ്റെ ചക്കരകളായി. ഒരു യൂട്യൂബർ കൂടിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ എന്റെ ചക്കരകളെ എന്നൊക്കെ ഇടയ്ക്ക് സംസാരിക്കുന്നത്. പറഞ്ഞോ, ധൈര്യം. ഞങ്ങൾക്ക് ഇവിടെ സിംഗിൾ ഗോപൻ നല്ലൊരു അഭിനേത്രിയും കൂടിയാണ്. പക്ഷെ ഇവിടെ നിന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് ബിന്ദു ചേച്ചിയുടെ എക്സ്പ്രഷൻ ഒക്കെയാണ് ഓർമ്മ വരുന്നത്. ബിന്ദു ചേച്ചി അവിടെ നിന്ന് അത് പറഞ്ഞോണ്ട് കൂടി ഇരിക്കുക. അത് ബാക്കി കണ്ടിന്യൂ ചെയ്തോ. ഭയങ്കര സന്തോഷമായിട്ടാ സായിച്ചേട്ടാ ഒന്നുകൂടെ പറയാൻ കാണാൻ പറ്റിയത്. എല്ലാവരോടും കേട്ടോ നന്ദി. എല്ലാവരും വീഡിയോയിൽ അല്ല എങ്ങനെയെങ്കിലും ഒക്കെ ഇത് എല്ലാവരിലേക്ക് എത്തിച്ച്, ഒരുപാട് പാവങ്ങൾക്ക് വീടില്ലാതെ സ്ഥലമില്ലാതെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ യൂട്യൂബ് നടത്തുന്ന സ്ത്രീകളാണ് എൻ്റെ കൂടെയുള്ള. അപ്പോൾ അവരെല്ലാം ഇങ്ങനെ ഓരോരുത്തരും കഷ്ടങ്ങളൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കിങ്ങനെ കുറേ പേര് ഇവരിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്ന. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിക്കുകയാണ് എൻ്റെ ഗുരുവായൂരപ്പ, ഗണപതി ഭഗവാനെ. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ഇവിടെ വരുന്നത്. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പ് എന്ന പരിപാടിക്ക് എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിങ്ങനെ സംസാരിച്ചിട്ടില്ല. എന്തായാലും മഞ്ജുചേച്ചിനെ ബാധിക്കാൻ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. എനിക്ക് ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോഴേക്കും മഞ്ജുചേച്ചി എനിക്കൊരു ഫോട്ടോ ആണ് അയച്ചത്. സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ക്രിജിൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതിൽ എൻ്റെ ഫോട്ടോ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ലാൻഡ് ഫോർ ഹോപ്പിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരെയാണ്. കൂടെ തന്നെ ഉണ്ടാകും. എല്ലാ സപ്പോർട്ടും എൻ്റെ വകയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വകയും എന്തായാലും ഉണ്ടാവും കേട്ടോ. താങ്ക് യു. റിപ്പോർട്ടർ ചാനലിനെ പറ്റി പറഞ്ഞ വലിയ വാക്കുകൾക്ക് നന്ദി. അപ്പോൾ ഈ ഒരു സംരംഭവുമായിട്ട് ബാദുഷ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ കോഴിക്കോടായിരുന്നു. പക്ഷേ MD ആൻഡ്രൂസറെ കണ്ടു, സംസാരിച്ചപ്പോൾ ഒരു മടിയുമില്ലാതെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉത്തരം കൊടുത്തു. റിപ്പോർട്ടർ ചാനലിൽ ഈ നല്ല സംരംഭത്തിന് കൂടെ നിൽക്കുമെന്ന് ഒരു സംശയമില്ലാതെ നമ്മൾ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭൂമി എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. ഞാൻ പോലും ഒരു 3 വർഷം മുൻപാണ് ഒരു ചെറിയ വീട് കോഴിക്കോട് വെച്ചത്. അപ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ സംരംഭത്തിൽ ഏറ്റവും മികച്ച പിന്തുണയുമായിട്ട് റിപ്പോർട്ടർ ചാനൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ 100 വീടുകൾക്ക് വേണ്ട ലാൻഡ് ഇപ്പം നമ്മൾ റിപ്പോർട്ടർ ചാനലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സംരംഭത്തിൽ കൂടെ വന്ന മറ്റുള്ള ആൾക്കാരോട് ഞങ്ങൾ അതിൻ്റെ ഒരു നന്ദി അറിയിക്കും. നമസ്കാരം എല്ലാവർക്കും. ഞാനിങ്ങനെ സ്വാഗതം അല്ലെങ്കിൽ ഇങ്ങനെ ആശംസയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെക്കാളും ഒരുപാട് വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട്. ആദ്യം തന്നെ ഞാൻ എന്നെയെന്ന് പറയും, ഞാൻ കിച്ചു കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നടന്നൊരു വ്യക്തിയാണ്. എൻ്റെ ജോലി തന്നെ പ്രാങ്ക് ചെയ്യുക. പ്രാങ്ക് എന്ന് വെച്ചാൽ കുറച്ച് തല്ലുകൊള്ളുന്ന പരിപാടിയാണ്. തല്ലുകൊണ്ട് റോഡിൽ കിടന്നു കഴിഞ്ഞാൽ എന്ത് വേണം? എടുത്തുകൊണ്ട് പോയി കിടത്താൻ ഒരു വീട് വേണ്ടേ? അങ്ങനെ ഒരു വീട് വേണ്ടേ? അങ്ങനെ എനിക്കൊരു വീടുണ്ടായിരുന്നു.
അപ്പം എനിക്ക് മെയിൻലി ഈ ഒരു പ്രൊജക്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു കാര്യം, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞങ്ങൾ ചാണ തെളിച്ച് തറയിലാണ് കിടക്കുന്നത്, ഓല മേഞ്ഞ വീട്ടിലാണ് കിടന്നത്. അന്ന് ഇത് കണക്ക് നമ്മുടെ ഈ പറയുന്ന പ്രൊജക്റ്റ് ആണെങ്കിൽ ലാൻഡ് ഫോർ ഹോപ്പ് കണക്ക് ഒരു പ്രൊജക്ട് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അവരങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. മെയിൻലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വീട് വെക്കാൻ 5 to 10 ലക്ഷം രൂപ ചിലവാകുന്ന ഒരു സ്ഥലത്ത് വെറും 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമുക്ക് ഇങ്ങനെ ഒരു സഹായം ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു സംഭവം ചെയ്തായിരുന്നെങ്കിൽ ആക്ച്വലി എൻ്റെ അമ്മ അങ്ങനെ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത്രയും നല്ലൊരു പ്രൊജക്റ്റ് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ്, നമ്മൾ കലാകാരന്മാർ, നമ്മളെയാണ് ജനങ്ങൾ കാണുന്നത്, നമ്മൾ പറയാൻ അവർ വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൊജക്റ്റ് വലുതാവും. അതും വളരെ തുച്ഛമായ 3000 രൂപ, ജസ്റ്റ് ഒരു 3000 രൂപയ്ക്ക് ഒരു സാരി വാങ്ങി നമ്മൾ ചെയ്തു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് വിജയിക്കും. ഒരുപാട് പേർക്ക് വീടാവും. നമ്മളെല്ലാവർക്കും ഇത് നല്ലൊരു വിജയ പ്രൊജക്റ്റ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. വളരെ നന്മ നിറഞ്ഞ ഒരു പ്രോഗ്രാം. ഒരു സാരി വാങ്ങിക്കുന്നതിലൂടെ 500 പേർക്ക് ഭവനം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ കാര്യമല്ല. അതിൻ്റെ ഭാഗമാകാനും ഇങ്ങനെ ഒരു ഇതിന് ആശംസ അർപ്പിക്കാനും പറ്റിയതിൽ സന്തോഷം. ആശംസ മാത്രമല്ല, എന്നെ കൊണ്ട് പറ്റുന്നത്രയും സാരികൾ എൻ്റെ വീട്ടിലും എൻ്റെ കുടുംബക്കാർക്കും എല്ലാം വായിപ്പിക്കും എന്ന് ഉറപ്പ് നൽകുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗംഭീരമായിട്ട്. ഞാൻ ഈ വർഷം പങ്കെടുത്ത ഏറ്റവും നല്ല ഒരു ചടങ്ങാണ് ഇതെന്ന് എനിക്ക് ഉറപ്പിച്ച് ഞാൻ ഹൃദയത്തെ തൊട്ട് പറയുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബാദുഷ തന്നെയാണ്. നമുക്കറിയാം, കോവിഡ് കാലത്തെല്ലാം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കോവിഡ് കാലത്ത് ചെയ്തതായിട്ട് നമുക്കറിയാം. അപ്പോൾ ബാദുഷ ഉള്ള ഈ സംരംഭം, അതും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇങ്ങനെ 3000 രൂപ ഒരു സാരി മേടിച്ച് അതെങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ റിപ്പോർട്ടർ TV വന്നിട്ട് ഇപ്പോൾ ഒരു 100 പേർക്കുള്ള ഭൂമി കൊടുക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. നമ്മളെല്ലാം കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒപ്പുണ്ടാവും. നമ്പിശേട്ടനും ബാക്കി ഇതിലുള്ള എല്ലാവർക്കും എൻ്റെ ഈ സംരംഭത്തിലേക്കുള്ള എൻ്റെ നന്ദി കൂടി ഞാൻ പറയുന്നു. നിങ്ങളിങ്ങനെ ഒരു ചടങ്ങ് ആരംഭിച്ചതിന് താങ്ക് യു. വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പങ്കെടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്ത ബാദുക്ക് ഞാൻ വലിയൊരു താങ്ക്സ്. പിന്നെ ഇങ്ങനെയൊരു സംരംഭം എന്ന് കേട്ടപ്പം എനിക്കും ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക. നമ്മളെല്ലാവരും ജോലി ചെയ്യുന്ന പോലും എല്ലാവരും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് പാർപ്പിടം. അപ്പോൾ അതിന് ഇല്ലാത്തവർക്ക് ഇതേപോലുള്ള ആളുകൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസുമായിട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളവർ ഒത്തിരി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ നിൽക്കുന്നത്. എനിക്ക് താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ പിന്നണി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഈ ഒരു സംരംഭം വലിയൊരു സക്സസ്ഫുൾ ആയി തീരട്ടെ എന്ന് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.